ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി ബി ഗോപാലകൃഷ്ണന്റെ പരാമർശത്തോട് അനുകൂലിച്ച് രാജ്യസഭാ MP സി സദാനന്ദൻ. ഹിന്ദു MLA പരാമർശം മതം പറഞ്ഞ് വോട്ട് ചോദിക്കലല്ലെന്നും യാഥാർത്ഥ്യമാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതെന്നും സി സദാനന്ദൻ 24നോട് പറഞ്ഞു. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്നാണ് സി സദാനന്ദൻ വിശദീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പാണ് വിഷയം. ഇത്തവണത്തെ കേരളം നിയമസഭാ തിരഞ്ഞെടുപ്പ് BJP വളരെ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. നമുക്കിപ്പം രാജ്യസഭാ MP ആയിട്ടുള്ള സി സദാനന്ദൻ മാസ്റ്റർ ചേരുന്നുണ്ട്. മാസ്റ്റർ, എന്താണ് ഈ ലക്ഷ്യം, ഈ തിരഞ്ഞെടുപ്പിൽ BJP ലക്ഷ്യം വെക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ BJP കാണുന്നത് കേരളത്തിൽ നിലവിലുള്ള പരമ്പരാഗത മുന്നണി സംവിധാനം പൊളിച്ചെഴുതപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഫലം വരും എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടി നിർണായക ശക്തിയായി കേരള നിയമസഭയിലുണ്ടാകും. അപ്പം തന്നെ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അങ്ങുൾപ്പെടെ കണ്ടിട്ടുണ്ടാകും ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാമർശം, അദ്ദേഹത്തിൻ്റെ വീഡിയോ. ഗുരുവായൂരിൽ അദ്ദേഹം എത്തി വോട്ട് ചോദിക്കുന്നത് ഒരു ഹിന്ദു MLA, അതായത് മതം പറഞ്ഞുകൊണ്ടാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം മതത്തിലൂടെയും ജാതിയിലൂടെയും പറയാനാണ് ശ്രമിക്കുന്നത്. അത്തരത്തിലൊരു പ്രചാരണം അത് ശരിയായിട്ടുള്ളതാണോ? അല്ല, മതം പറയുകയല്ല, അല്ലെങ്കിൽ പലരും ആരോപിക്കുന്നത് പോലെ വർഗീയ പരാമർശവുമല്ല. അത് ഒരു ഫാക്റ്റാണ്. ഗുരുവായൂരിൽ 50 വർഷമായിട്ട് ഹിന്ദു MLA-മാരുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നൊരു യാഥാർത്ഥ്യമാണ്. ഗുരുവായൂർ എന്ന സ്ഥലത്തിനൊരു പ്രാധാന്യമുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലമുള്ള ഇടത്ത് എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു നാമധാരിയെങ്കിലുമായിട്ടുള്ള ഒരാൾ MLA, രണ്ട് മുന്നണികളും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാളെ പരിഗണിക്കാതിരുന്നത്? ഏറ്റവും പ്രസക്തമായ ചോദ്യമാണത്. അതൊരു മതവർഗീയതയുടെയോ അല്ല മറ്റെന്തെങ്കിലുമോ ബഹിസ്ഫുരണമല്ല. അതൊരു യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയത്ത് ആ പ്രചാരണ വേളയിലെ പ്രതീക്ഷകളും പാർട്ടിയുടെ പ്രതീക്ഷകളും തന്നെയാണ് സി സദാനന്ദൻ മാസ്റ്റർ ഇപ്പോൾ 24നോട് പങ്കുവച്ചത്. ഡൽഹിയിൽ നിന്നും VS രാഹുലിനൊപ്പം അർജുൻ പിതാംബരൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.